നമുക്ക് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ഒരുപാട് സൃഷ്ടിജാലങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഈ ഭൂമിയിലുണ്ട്. അവയിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ഒരു വിഭാഗം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യരെ സംബന്ധിച്ചാണ്. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, നിഅമത്തുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാനുമാണ് പരിശുദ്ധ ഖുർആൻ ഇത് മുഖേന ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ആഗ്രഹിക്കുന്നതും അത് തന്നെ. എന്തിനാണ് മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചത്? വളരെ കൃത്യമായ ഒരു ചോദ്യം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ മറുപടിയും, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആത്യന്തികമായ ലക്ഷ്യം ഇതാ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട്, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുവഹിദായി ജീവിക്കുക എന്നുള്ളതാണ്. ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല സകലതും മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അന്നദാതാവിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്, ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. മലക്കുകളെ നമ്മൾ കാണുന്നില്ല, അതിനെക്കുറിച്ച് ഒരു ചർച്ചയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല. മലക്കുകളെ നമ്മൾ കാണുന്നില്ല, മലക്കുകളും അള്ളാഹുവും തമ്മിലുള്ള ഇടപെടലുകൾ അത് അങ്ങ് വിട്ടേക്കുക. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് മുവഹിദായി ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. ഞാൻ ഓതി വെച്ച ഈ ആയത്ത് എല്ലാവർക്കും അറിയാം. യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യരെ, മാ ഗർറക ബി റബ്ബിക്കൽ കരീം, നിന്റെ റബ്ബിനോട് ഇത്രമാത്രം വഞ്ചന കാണിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? സിമ്പിൾ. നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്, ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടാണോ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണോ ജീവിക്കുന്നത്? അതല്ല. എല്ലാ നിഅമത്തുകളും അനുഭവിച്ചുകൊണ്ട് അതെല്ലാം നമ്മൾ ഓരോരുത്തരും പങ്കിട്ടെടുത്തുകൊണ്ട് അള്ളാഹുവിനെ വഞ്ചിച്ചുകൊണ്ടാണോ ഇവിടെ ജീവിക്കുന്നത്? നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. എനിക്ക് കിട്ടിയ നിഅമത്ത് ഉപയോഗിച്ച് ഞാൻ അള്ളാഹ്ക്ക് എത്രമാത്രം ശുക്ർ കാണിക്കുന്നുണ്ട്, ഞാൻ നന്ദിയുള്ളവനാകുന്നുണ്ട്, അവന് വിനയാന്വിതനായി ജീവിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഞാനും നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ ഈ കാര്യം പിടികിട്ടും. വളരെ സിമ്പിളാണ്. അള്ളാഹു ചോദിക്കുന്ന കാര്യം ഇതാ, അല്ലദീ ഖലഖൽ ഇൻസാന, മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചതിൻ്റെ ആ രൂപം വിശദീകരിക്കണ്ട, അത് കൃത്യമായി അല്ലാഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, ഇതിന്റെ ബാക്കി ഭാഗം അല്ലദീ ഖലഖക, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഫസവ്വാക, അവൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്, ഫഅദലക, അതിലാക്കിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മെ അള്ളാഹു വിചാരിച്ച രീതിയിൽ എല്ലാവരും സുന്ദരന്മാരായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. അത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരം എങ്ങനെയൊക്കെ രൂപം, ഭാവം എങ്ങനെയൊക്കെ ഉണ്ടാകണം എന്ന് അള്ളാഹിൻ്റെ തീരുമാനം. ആ തീരുമാനമനുസരിച്ചിട്ടാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യ,
യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഈ ചോദ്യം ഇങ്ങനെ കിടന്ന് ഉരുളണം, നമ്മുടെ നെഞ്ചത്തൂടെ ഇങ്ങനെ കിടന്ന്, ഹൃദയത്തിലൂടെ ഇങ്ങനെ കിടന്ന് ഉരുളണം. എന്താണെടോ നിന്നെ ഇങ്ങനെ വഞ്ചിതനാക്കിയിട്ടുള്ളത് എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ചോദ്യം അള്ളാഹു മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാം. എന്തുമാത്രം ആദരവും ബഹുമാനവും നൽകിയ ഒരു കൂട്ടരാണ് ഈ മനുഷ്യരെന്നറിയോ? വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ എന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തെ, മുസ്ലിം സമൂഹത്തെ അല്ല, വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം സംബോധന ചെയ്തുകൊണ്ടല്ല ഖുർആനിൻ്റെ ഈ പ്രഖ്യാപനം. ലോകത്ത് ജനിച്ചു വീണിട്ടുള്ള മുഴുവൻ മനുഷ്യരോടുമാണ് വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ഇല്ലേ? എന്ത് കൃത്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യം സൂചിപ്പിച്ചത്. ഇത്രമാത്രം ആദരവ് കിട്ടിയിട്ടുള്ള, ബഹുമാനം കിട്ടിയിട്ടുള്ള ഒരു വിഭാഗം എന്ന നിലയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മളോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലാഹ്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഖുർആൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ സൃഷ്ടിക്കേണ്ട രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, നിങ്ങളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായ 2 വഴികൾ ഇതാ തുറന്നു വെച്ചിരിക്കുന്നു. ഇമ്മാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ. നിനക്ക് നന്ദിയുള്ളവനായി ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിനക്ക് നന്ദിയുള്ളവനാകാം. മറ്റു വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നന്ദി കെട്ടവനായി നിനക്ക് മാറാം. എത്ര കൃത്യമാണ് ഇത്! മനസ്സിലാക്കാൻ വലിയ ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ വലിയ ഒരു ഡിഗ്രിയോ മറ്റോ എടുക്കേണ്ടതുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നു. മനുഷ്യനെ വീണ്ടും അല്ലാഹു തആല ആദരിച്ച കാര്യം ഖുർആൻ വീണ്ടും പഠിപ്പിക്കുക. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. സമുദ്രത്തിലൂടെ, കരയിലൂടെ സഞ്ചരിക്കാൻ, ഏത് തരത്തിലും സഞ്ചരിച്ച് ജീവിതം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ മനുഷ്യർക്ക് നാം നൽകിയിട്ടുണ്ട്. വറസഖ്നാഹും മിനത് തയ്യിബാത്ത്. ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്ഷണം നൽകിയിട്ടുണ്ട് നാം ജനങ്ങൾക്ക്, മനുഷ്യർക്ക്. ഇതിനേക്കാൾ അപ്പുറം എന്താണ് പിന്നെ അല്ലാഹു തആല നൽകേണ്ടത് നമ്മൾക്ക്? പക്ഷേ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇതൊക്കെ കിട്ടിയിട്ടും ഇതൊക്കെ അനുഭവിച്ചിട്ടും മനുഷ്യൻ നന്ദി കെട്ടവനായി ജീവിക്കുന്നു എന്നതല്ലേ യാഥാർത്ഥ്യമെന്ന് നമ്മൾ അറിയണം. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നത് വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ലീലാ. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും ഫദ്ലോടുകൂടി അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ മനുഷ്യർ. ഇത്രമാത്രമൊക്കെ ആയിട്ട് പോലും മനുഷ്യൻ്റെ സ്ഥിതി എന്താ നമ്മളറിയൂ? ഓരോരുത്തരും നമ്മളറിയണം. നമ്മളോട് ചോദിച്ചിട്ടാണോ അല്ലാഹു തആല നമ്മെ ഇങ്ങോട്ട് സൃഷ്ടിച്ചത്? ആരോടെങ്കിലും സമ്മതം എടുത്തിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം വന്നവരാ നമ്മൾ. അങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചതും. ഏറ്റവും ചൊവ്വായ രീതിയിൽ, ഏറ്റവും കൃത്യമായ രീതിയിൽ. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ ഇക്കാര്യം പറഞ്ഞു തരുന്നത്. ചൊവ്വായ രീതിയിൽ, നേർക്ക് നേരെയാണ് മനുഷ്യന് അല്ലാഹു തആല സൃഷ്ടിപ്പ് നൽകിയിട്ടുള്ളത്. തഖ്വീമായ നിലയിലാണ് സൃഷ്ടിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ അല്ലാഹു തആല നൽകിയിട്ടുള്ളതെല്ലാം അത് അനുഭവിക്കുക എന്നതല്ലാതെ അതിനൊരു പോയിന്റ് പോലും നന്ദി സൂചകമായി നമ്മൾ അല്ലാഹ്ക്ക് തിരിച്ചു കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ അറിയേണ്ടതും അത് തന്നെയാണ്. മാത്രമല്ല അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള ജീവൻ, നമ്മൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്, നമ്മൾക്ക് നൽകിയിട്ടുള്ള അഭിമാനം, ഓരോരുത്തർക്കും അഭിമാനമുണ്ട്. ഈ അഭിമാനവും സമ്പത്തും ജീവനുമൊക്കെ അല്ലാഹു നൽകിയതാണെങ്കിൽ അത് സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്തം ഇവിടെ ഇല്ലേ? ഉണ്ട്. പക്ഷേ എവിടെയാണ് ഇന്ന് മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത്? അല്ലാഹു തആല നൽകിയ നിഅമത്തുകളെല്ലാം അനുഭവിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാ. മനുഷ്യൻ അല്ലാഹ്ക്കെതിരെ പ്രവർത്തിക്കുകയാ. ജീവന് നൽകേണ്ട വിലയുണ്ട്, അത് നാം തീരുമാനിക്കേണ്ടതല്ല. പക്ഷേ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നു, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ സത്യമല്ലേ? എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്നറിയോ? നമ്മൾ അല്ലാഹ്ക്ക് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന് നൽകേണ്ടത് നമ്മൾ നൽകാത്തത് കൊണ്ടാണ്.
ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ വിഷയമല്ല. നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മൾക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ദേശത്തുണ്ടോ? ഈവൻ നമ്മുടെ വീടുകളിലുണ്ടോ? ഇല്ല. എല്ലായിടങ്ങളിലും പ്രശ്നങ്ങളാണ്, എല്ലായിടങ്ങളിലും പ്രയാസങ്ങളാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ കാര്യങ്ങളൊക്കെ തന്നെയും വളരെ കൃത്യമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പ്രവാചകന്റെ കൽപ്പനകൾ, പ്രവാചകൻ പഠിപ്പിച്ച അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ല. ആഖിറു സമാനിൻ്റെ അവസാന കാലത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലയഅതിയന്ന അലന്നാസി സമാനുൻ, മനുഷ്യർക്ക് ഒരു കാലം വരാനുണ്ട്. എന്താണ് അതിൻ്റെ വിശേഷണം? ലാ യദിരി അൽ ഖാതിലു ഫി അയ്യി ശൈഇൻ ഖതല. ഇവിടെ കൊല്ലുന്നവരുണ്ട്, ജീവനെടുക്കുന്നവരുണ്ട്, കൊട്ടേഷൻ സംഘമുണ്ട്. അവർക്ക് കിട്ടേണ്ടത് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അവരെ ഏൽപ്പിച്ച പണി അവർ ചെയ്യും. ഇല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇങ്ങനെ കൊട്ടേഷൻ സംഘം പ്രവർത്തിക്കുന്നില്ലേ? കൊല നടത്തുന്നില്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? പ്രവാചകൻ ലാ യദിരി അൽ ഖാതിലു, കൊന്നവൻ അറിയില്ല. ഫി അയ്യി ശൈഇൻ ഖതല, ഞാൻ എന്തിനാണ് മറ്റവനെ കൊന്നത് എന്നത് കൊല്ലുന്നവന് പോലും അറിയാത്ത ഒരു കാലം വരാനുണ്ട്. വലാ യദിരി അൽ മഖ്തൂലു ഫി അയ്യി ശൈഇൻ ഖുതില, കൊല്ലപ്പെട്ടവനും അറിയുന്നില്ല ഞാൻ ഏതൊരു കാര്യത്തിലാണ് ഞാൻ ഇങ്ങനെ കൊല ചെയ്യപ്പെടാൻ കാരണമെന്ന് അവനും അറിയില്ല. ഇത് സത്യമാണോ? അല്ലേ? ഇവിടെ നടക്കുന്ന ഏതേത് പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു, നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നു, നിരപരാധികൾ ചൂഷണം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒട്ടനേകം പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമാണ് നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ പ്രദേശങ്ങളും. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഇതൊക്കെ അനുഭവിക്കുന്നതും ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹുവിന് വഴിപ്പെട്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നില്ല എന്നതാണ്. അതേപോലെ തന്നെ അന്ത്യനാളിൻ്റെ മറ്റൊരടയാളമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? അന്ധവിശ്വാസം വർദ്ധിക്കുമെന്ന. വളരെ കൃത്യം. അന്ധവിശ്വാസങ്ങളല്ലാതെ വേറെ എന്താ ഇന്നുള്ളത്? എല്ലാ ഭാഗത്തും എല്ലാ ഭാഗങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങായി മാറി. ഇല്ലേ? നമുക്കറിയാം നമ്മുടെ സമീപ സ്ഥലങ്ങളിൽ പോലും എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇങ്ങനെ മനുഷ്യൻ അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചതിൻ്റെ പേരിൽ ജിന്നുമ്മമാരിറങ്ങി വന്ന് മുതലെടുപ്പ് നടത്തിയില്ലേ? ഇല്ലേ? ജിന്നുമ്മമാരും ജിന്ന് സേവ നടത്തുന്നവരും മാത്രമല്ല ഇതിനു വേണ്ടി പണിയെടുക്കുന്നവരും അവർ കോടിക്കണക്കിന് സമ്പാദിക്കുന്നു. മാത്രമല്ല അവർ ഒരു പരിധിവരെ ഈ സമ്പത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി അവരെ കൊല്ലുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സൂചിപ്പിച്ചു വരുന്നത്, പ്രവാചകന്റെ ഈ വചനങ്ങൾ സത്യമായി പുലരുന്നുണ്ടോ? ഇല്ലേ? പ്രവാചകൻ പറഞ്ഞത് അന്ത്യദിനം അടുക്കും തോറും വിശ്വാസത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു കൊണ്ടിരിക്കും. ഏറെക്കുറെ അത് ശരിയല്ലേ? അല്ലേ? എല്ലാ പ്രവാചകന്മാരും പ്രബോധന പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ കണ്ണി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ അഖിലവും അതിൻ്റെ സമാപനം എന്ന നിലയിൽ പ്രവാചകൻ പറഞ്ഞു, വനാ വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാൻ മാത്രമല്ല എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒരു പുച്ഛം, തൗഹീദ് പറയുമ്പോൾ ഒരു പുച്ഛം, ഒരു കളിയാക്കൽ, അല്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇതാ പറഞ്ഞത്. ഈ ദൗത്യമല്ലേ നമ്മൾ ഏറ്റെടുക്കേണ്ടത്? ഈ ഉത്തരവാദിത്തമല്ലേ നമ്മൾ ഏറ്റെടുക്കേണ്ടത്? ഈ യഥാർത്ഥമായ വിശ്വാസത്തെ നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി നമ്മൾ ഇമാതിരി ആളുകളുടെ പിന്നാലെ കൂടുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ഫലമെന്താ? നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു.
അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയമായി കൊണ്ടിരിക്കുന്നു. അതോട് ചേർത്തി വെക്കേണ്ട ഒരു കാര്യം കൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു പോയൊരു സംഗതിയുണ്ട്. അവിവേകികൾ വർദ്ധിക്കും. അന്ധവിശ്വാസങ്ങളെ കൊടികുത്തി വാഴുന്നതോടൊപ്പം അവിവേകികൾ വർദ്ധിച്ചു വരികയും ചെയ്യും. വലിയ ആലിമീങ്ങളായി രംഗത്ത് വരും. എന്നാൽ പരിശോധിച്ചു നോക്കിയാൽ വട്ടപൂജ്യം. അവരാണ് ദീനിൻ്റെ ഏറ്റവും വലിയ ആളുകൾ എന്നവർ വീമ്പളക്കും. എന്നാൽ വിവേകം എന്തെന്ന് പോലും അറിയാത്ത ആളുകളായിരിക്കും അത്. അവരായിരിക്കും ഒരു പക്ഷേ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അന്ത്യദിനത്തിൻ്റെ അടയാളമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാ. ഇതൊക്കെ സംഭവിക്കുന്നത് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാത്തത് കൊണ്ടാണ്, അവന് ശുക്ർ ചെയ്യാത്തത് കൊണ്ടാണ്, അവന് നന്ദി കാണിക്കാത്തത് കൊണ്ടാണ്. വീണ്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഫിത്നകൾ വർദ്ധിക്കുമെന്നതാണ്. ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് രംഗത്താ ഫിത്നകളില്ലാത്തത്? വ്യക്തിപരമായില്ലേ, കൗടുംബികമായിട്ടില്ലേ, പ്രാദേശികമായിട്ടില്ലേ, സാമൂഹികമായിട്ടില്ലേ, രാജ്യത്തില്ലേ? ഇത് തന്നെയല്ലേ നമ്മൾക്കിന്ന് കാണാൻ പറ്റുന്നത്. മാത്രമല്ല, ഇതോട് ചേർത്തി വെക്കണം, ഫിത്നയോടൊപ്പം കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നതാ. ഞാൻ വിശ്വസിച്ച ആദർശമനുസരിച്ച് ജീവിക്കാൻ ഇവിടുത്തെ ഭരണഘടന നമുക്ക് അനുശ്വാസിക്കുന്നുണ്ടെങ്കിൽ പോലും, എന്നിട്ട് പോലും നമ്മൾക്കിവിടെ ഭീഷണിയായി മാറുന്നു. അത് കൊലപാതകത്തിലേക്ക് പോലും എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രകടമായ സംഗതി. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഇസ്സത്ത്. നമ്മുടെ ഇസ്സത്ത് എന്താണെന്ന് നമ്മൾ അറിയണം, അല്ലേ? നമ്മൾ ദീനിൽ, അള്ളാഹുവിൻ്റെ ദീനിലായി എന്നതും അള്ളാഹുവിൻ്റെ ഹിദായത്ത് കിട്ടി എന്നതും നമ്മൾക്ക് അഭിമാനത്തിന് വക നൽകുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ അത് ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ അറിയണം, ഇവിടെ ഫിത്നകളിലൂടെ കൊലപാതകങ്ങളും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ജീവൻ എന്ന് പറയുന്നത് അത് ഹനിക്കാൻ എളുപ്പമാണ്. എന്നാൽ ജീവൻ നൽകാൻ അത് കിട്ടാൻ അത് വലിയ പ്രയാസമാണ്. അത് അള്ളാഹുവിനല്ലാതെ വേറെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന കൃത്യമായ സത്യമാണ് നമ്മൾ അറിയേണ്ടത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഘടകം എന്താ, അതുകൂടി നമ്മൾ അറിയണം. ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? ഇവിടെ സമ്പത്ത് കൊഴുക്കുന്നു എന്നതാണ്. സമ്പത്ത് തടിച്ചുകൂടുന്നു, അല്ലെങ്കിൽ സമ്പത്ത് കുന്നുകൂടുന്നു എന്നതാണ്. അല്ലാഹു തആല സമ്പത്ത് നൽകി മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. പക്ഷേ അത് മനുഷ്യൻ അറിയുന്നില്ല. മനുഷ്യരോട് എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നത്, എടോ മാ ഗർറക ബി റബ്ബിക്കൽ കരീം, എന്താണെടോ ഇങ്ങനെ ഒരു വഞ്ചിതനായി മാറാൻ, വഞ്ചന കാണിക്കുന്നതായി മാറാൻ എന്താണ് നിന്നെ പ്രേരിപ്പിച്ച ഘടകം? സമ്പത്ത്. നാളെ അള്ളാഹിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. എൻ്റെ സമ്പത്താണ് എന്നെ ഈ രൂപത്തിൽ വഴിതെറ്റിച്ചത് എന്ന് നാളെ പരലോകത്ത് നിന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാന സമയത്തും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, മാ അഖ്ശ അലൈക്കുമുൽ ഫഖ്റ, എടോ നിങ്ങൾ പട്ടിണി കിടക്കുന്നതിനെ കുറിച്ച് എനിക്ക് പേടിയില്ല, നിങ്ങൾ ദാരിദ്ര്യത്തിലായി എന്നത് എൻ്റെ പ്രശ്നമേ അല്ല, വലാകിൻ, പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട്, അഖ്ശ അലൈക്കും, നിങ്ങളെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്, ഭയമുണ്ട്, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതിനെ എനിക്ക് പേടിയുണ്ട്. നമ്മൾ അറിയേണ്ട ഇത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്, നമുക്ക് ദുനിയാവ് വിശാലമാകുമ്പോൾ പരലോകത്തെക്കുറിച്ച് അറിയുന്നില്ല, ജീവനെക്കുറിച്ച് അറിയുന്നില്ല, തൻ്റെ ലക്ഷ്യം എന്തെന്നറിയുന്നില്ല, താൻ ഈ ഭൂമിക്കൊരു ഭാരമായി അങ്ങനെ ജീവിച്ച് ഒരു സമയത്ത് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നു എന്നതിനപ്പുറം തൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഇൻഡിവിജ്വലായിട്ടുള്ളത് മാത്രമല്ല, തനിക്ക് തൻ്റെ കുടുംബത്തോട്, തൻ്റെ മക്കളോട്, തൻ്റെ സമൂഹത്തോട് എനിക്ക് ഉള്ള ഉത്തരവാദിത്തം എന്ത്? ഇതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്നു എന്നതാ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വിഷയം. അള്ളാഹുവിനെ അറിയുന്നില്ല, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല,
അല്ലാഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതോടൊപ്പം തൻ്റെ ഉത്തരവാദിത്തം എന്താ, എൻ്റെ നാഥൻ എന്നെ സൃഷ്ടിച്ചതിലൂടെ എനിക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്, ഇതിനെക്കുറിച്ച് ആരും അറിയുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ സമയം ഇതാ അവസാനിക്കാൻ പോവുകയാണ്, അധിക നാളില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ സമയവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നാം നമ്മെക്കുറിച്ച് ചിന്തിക്കണം. നേരം വെളുത്താൽ വലാ തന്തളിരിൽ മസാ, നിങ്ങൾ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. വൈകുന്നേരമായാൽ വലാ തന്തളിരി സ്വബാ, വീണ്ടും ഒരു പുലരിയെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് പ്രവാചകൻ വെറുതെ പറഞ്ഞു പോയതല്ല, നമ്മൾ ആലോചിക്കാനാണ്, നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ഭൗതികമായ ചുറ്റുപാട് നന്നാകുന്നതിന് വേണ്ടിയല്ല. നാളെ ആഖിറത്തിൽ, നാളെ പരലോകത്ത് രക്ഷ കിട്ടാൻ, മോക്ഷം കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം وعلى آله وصحبه أجمعين. أيها الإخوان والأخوات، أوصيكم وإياي ثانيا بتقوى الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ബാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ഈ പുതിയ തലമുറ, നമ്മൾ പേരിട്ട ന്യൂ ജനറേഷൻ, മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ദീനിനെക്കുറിച്ച് കേൾക്കാൻ എന്തോ ഒരു ചടപ്പ്, അല്ലെങ്കിൽ ഒരു മടി, അല്ലെങ്കിൽ ഒരു പ്രയാസം, എന്തോ എന്നറിയില്ല. ദീന് കേൾക്കാൻ താല്പര്യമല്ല, ഖുർആനിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമല്ല, ഖുർആനിലെ അധ്യാപനങ്ങൾ അവർക്ക് അറിയേണ്ടതില്ല. ഒരു വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് ഇപ്പോൾ. നമ്മുടെ കുറച്ചു കാലമായി നമ്മുടെ ഇവിടുത്തെ രാജ്യം മൊത്തത്തിൽ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ മതത്തിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ആളുകളുണ്ട്. ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു പോയവരുണ്ട്, ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയവരുണ്ട്, ക്രിസ്തു മതത്തിൽ നിന്ന് പുറത്തു പോയവരുണ്ട്, മതിയായി തിരിച്ചു പോയ ആളുകളാണ്. മുസ്ലിം ആയിട്ടുള്ള ആളുകൾ തിരിച്ചു പോയവർക്ക് നമ്മൾ പറഞ്ഞു വരുന്ന പേര് എക്സ് മുസ്ലിം എന്നാ. പക്ഷേ ഈ മുസ്ലിംകളല്ലാത്ത ആളുകൾ, ഈ പുറത്തു പോയിട്ടുള്ള മറ്റു മതത്തിൽ നിന്നൊക്കെ പുറത്തു പോയിട്ടുള്ള ആളുകൾ, അവരും കുറ്റപ്പെടുത്തുന്നത് ഇസ്ലാമിനെയാണ്. അവരവരുടെ മതത്തെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, അവരും കുറ്റപ്പെടുത്തുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ നാസ്തികർ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മഹല്ലടിസ്ഥാനത്തിൽ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, നമ്മുടെ ദഅവത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ട ഒരു രംഗമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. നാസ്തികത ഏറെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. മതം എന്ന് കേൾക്കുമ്പം പോലും അലർജിയാണ്. ഖുർആൻ എന്ന് കേൾക്കുമ്പം വല്ലാത്ത ഒരു പ്രയാസമാണ്. ഇത് എന്താണെന്നറിയുങ്ങൾ, നമ്മൾ അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ ക്ലിയറായി ഒരു പണിയില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഇതിങ്ങനെ വിളിച്ച് പറയാം. പക്ഷേ ഈ ന്യൂ ജനറേഷൻ നേരത്തെ തന്നെ ഇത് പഠിക്കാനൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് തോന്നുകയാണിത്, അത് ശരിയാന്ന് തോന്നുന്നുണ്ടല്ലോ. ഇങ്ങനെ ഈ ഒരു ഇൽത്തിബാസ് ഉണ്ടാക്കിയിട്ട്, ഇങ്ങനെയുള്ള കുറച്ച് സംശയം ഉണ്ടാക്കിയിട്ട് അവരെ വിളിച്ചു കൂട്ടുക. അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ അറിയണം ഈ കാര്യം. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാനുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്നിട്ട് അവർക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ കൊടുത്ത് അവരെ ഇസ്ലാമിനെതിരാക്കി മാറ്റുക, ഖുർആനിനെതിരാക്കി മാറ്റുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ഇപ്പോൾ
ജർമ്മനിയിൽ ഒരു അപകടം എന്നല്ല, ജർമ്മനിയിൽ ഒരാൾ ഡ്രൈവ് ചെയ്തപ്പം എന്ത് ചെയ്തു, വലിയൊരു പ്രശ്നം ഉണ്ടായി. ഒരു ക്രിസ്മസ് ചന്തയിലേക്കാണ് ജർമ്മനിയിൽ ഈ വണ്ടി ഓടിച്ചത്. 5 പേർ അവിടെ വെച്ച് മരിച്ചു. 100ഓളം ആളുകൾക്ക് ഭയങ്കരമായ പരിക്ക് പറ്റിയിട്ട് എവിടെയാണ്? ഹോസ്പിറ്റലുകളിലാണ്. അതിൻ്റെ സത്യം അറിയാം ഞങ്ങൾക്ക്. ഈ ഡ്രൈവ് ചെയ്ത അയാളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി. അയാൾ ഒരു ഇസ്ലാമിക് കൺട്രിയിൽ നിന്നും അയാൾ ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ട് അവിടുന്ന് അയാൾ എന്ത് ചെയ്താണെന്നറിയോ? പലായനം ചെയ്ത് അഭയം തേടിയതാണ് ജർമ്മനിയിൽ അഭയം തേടിയപ്പോൾ ജർമ്മനിയിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു മുസ്ലിം മൈൻഡുള്ള ആളുകൾക്കൊക്കെ ചില ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ, ഇസ്ലാമികമായ കുറേ പഠനങ്ങളും ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കയറി വരുന്നതായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ചെറിയ ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇയാൾക്കിത് സഹിക്കാൻ വയ്യ. ഇതിനോട് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ എന്തെന്നറിയോ? ഈ ആളുകൾ കൂടിയ ആളുകളുടെ ഇടയിലേക്ക് വണ്ടി അങ്ങോട്ട് ഓടിച്ച് ഇത്ര ആളുകളെക്ക് പരിക്ക് പറ്റി. ഇയാളുടെ തലയിൽ കയറിയിരിക്കുന്ന ഇസ്ലാം ഭീകരത, ഇസ്ലാം വിരുദ്ധാശയം അതെന്തുമാത്രമുണ്ട് എന്ന് നമ്മൾ അറിയണം. ഞാൻ സൂചിപ്പിച്ചത് ഇത് ഇന്നിപ്പോൾ ജർമ്മനിയിലാണെന്ന് വിചാരിച്ച് ആരും ഇങ്ങനെ കണ്ട. പണ്ട് കൊറോണ സൗത്ത് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മളിവിടെ അത് മംഗലാപുരത്തേക്ക് വരൂലെന്നേനും, അത് ഇങ്ങോട്ട് വരൂലെന്ന് അല്ലേ? എവിടെ എത്തി അവസാനം? ഇതേപോലെ നാളെ നമ്മളെ വീട്ടിലും ഈ സംഭവം ഉണ്ടാകുമെന്ന് നമ്മൾ അറിയണം. നാസ്തികർ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പുതിയ പേര് എക്സ് മുസ്ലിം അല്ലേ? എന്തുമാത്രം പ്രയാസകരമായ അവസ്ഥയാണ്. അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു സംഗതി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഈ കുട്ടികൾ പുതിയ ജനറേഷനിൽ ഇപ്പം മരണം കുറച്ച് കൂടി വരുന്നുണ്ട്, ആത്മഹത്യാ മരണങ്ങൾ. ഇതും നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഖുർആനിൽ നിന്ന് വ്യതിചലിച്ചു, സുന്നത്ത് പഠിക്കുന്നില്ല, ദീൻ അറിയുന്നില്ല. ഇതൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം എന്ന് തീരുമാനിക്കുക. ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ വീടുകളിൽ നിന്നുണ്ടാകുന്ന ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ ചെറിയ വർത്തമാനങ്ങൾ സഹിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇത് പരിഹാരമാണോ? വലാ തുൽഖു വൈദ്യക്കും ഇലത്തഹുലുക്ക. ഖുർആനിൻ്റെ ഭാഷ്യമത, നിങ്ങൾ നാശത്തിലേക്ക് എടുത്തു ചാടരുത്. എന്തുമാത്രം കൃത്യമായ ഉത്ബോധനമാണ്. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ തലമുറയെ പറഞ്ഞ് പഠിപ്പിച്ച്, ഇതാണ് നമ്മുടെ ജോലി. നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ഇവിടെ പല നിലക്കും വിശ്വാസ രംഗത്ത് നിന്ന് വ്യതിചലിപ്പിക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിന്നിൻ്റെയും മറ്റുമൊക്കെ ആലയിൽ കൊണ്ട് തളച്ചിടാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ തൗഹീദിൻ്റെ മാർഗം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ അറിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫള് കൊണ്ട് അതെല്ലാം വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്ന മാരാരോഗങ്ങൾക്ക് വശംവദരായിട്ട് വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്ന ആളുകൾ നമ്മുടെ ഈ മഹലിലുണ്ട്. നമ്മുടെ പള്ളിയിൽ വരുന്ന ആളുകൾ പോലും പള്ളിയിൽ വരാൻ കഴിയാത്ത പ്രയാസപ്പെട്ട് വീട്ടിലും ആശുപത്രികളിലുമൊക്കെ കഴിഞ്ഞുകൂടുകയാണ്. അള്ളാഹുവേ, ഇത്തരം രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. രോഗം വന്നിട്ടുള്ള ആളുകൾക്ക് റഹ്മാനായ റബ്ബേ ശിഫ നൽകി അവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഓരോ ദിവസവും നിൻ്റെ വിളിക്ക് ഉത്തരമേകി നിൻ്റെ സന്നിധിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കഴിഞ്ഞ ആഴ്ച കണ്ട ആളുകളെ നമ്മൾ ഇന്ന് കാണുന്നില്ല, ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല, ഇന്ന് കാണുന്നവരെ നാളെ നമ്മൾ കാണണമെന്നില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. ഏത് സമയവും അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടു പോകേണ്ടവരാണ്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹുവേ റഹ്മാനായ റബ്ബേ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ അല്ലാ. നാളെ ജന്നാത്തിൽ ഞങ്ങളെയും അവരെയും അള്ളാഹുവേ ഒരുമിച്ച് കൂട്ടണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا تقبل منا دعاءنا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار